റീൽസിലൂടെ സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ അവതരിപ്പിക്കുന്ന പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിനെ പ്രതിഷേധ റീൽ അയച്ച് വേറിട്ട പ്രതിഷേധം. തൃശൂർ കോർപ്പറേഷൻ കൌൺസിലർ ജോൺ ഡാനിയലാണ് ഈ വ്യത്യസ്ത സമരരീതിക്ക് പിന്നിൽ. നഗരപരിധിയിലെ കോലോത്തുംപാടത്തെ കുഴിയിൽ വീണ് ദമ്പതികൾക്ക് പരിക്കേറ്റ സംഭവത്തെ തുടർന്നാണ് പ്രതിഷേധവുമായി ജോൺ ഡാനിയൽ രംഗത്തെത്തിയത്. നിരവധി ജീവനുകൾ പൊലിഞ്ഞിട്ടും ഗുരുതരമായി പരിക്കേറ്റിട്ടും റോഡിലെ കുഴികൾ സമയബന്ധിതമായി അടയ്ക്കാൻ തയ്യാറാവാത്ത പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിനാണ് പ്രതിഷേധ റീൽ അയച്ചത്. തോമസ് എന്ന് പറയുന്ന പീന എന്ന് പറയുന്ന രണ്ടുപേർ വീണ കുഴിയാണ് ഈ കാണുന്നത്. ഈ കുഴിയിൽ വീണാണ് അവർക്ക് ഗുരുതരമായി പരിക്കേറ്റത്. ഈ കുഴിയിൽ വീഴുന്ന ആളുകൾക്ക് ഇത് ദേശീയപാതയുടെ കുഴിയാണോ സംസ്ഥാന പാതയുടെ കുഴിയാണോ തൃശൂർ കോർപ്പറേഷന്റെ കുഴിയാണോ എന്ന് അറിഞ്ഞിട്ടല്ല ഈ ആളുകൾ കുഴിയിൽ വീഴുന്നത്. ഈ മരണത്തിന് ശേഷവും ഈ കുഴി അടയ്ക്കാതിരുന്നതുകൊണ്ടാണ് അതിഗുരുതരമായി ഈ കുഴിയിൽ വീണ് പരിക്കേറ്റിട്ടുള്ളത്. കേരളത്തിലെ റോഡുകളുടെ ലോകോത്തര നിലവാരത്തെക്കുറിച്ച് റീൽസ് എടുത്ത് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും പോസ്റ്റ് ചെയ്യുന്ന പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് ഈ കുഴികൾ കൂടി റെക്കോർഡ് ചെയ്ത് ഈ കുഴികളുടെ വീഡിയോ കൂടി ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും റീലും ലൈവുമായി ജനങ്ങളെ കാണിക്കണം. ഇതൊരു ആഹ്ലാദത്തിന്റെ ഭാഗമായിട്ടോ സന്തോഷത്തിന്റെ ഭാഗമായിട്ട് എടുക്കുന്ന റീലല്ല. ഇത് പ്രതിഷേധ സൂചകമായിട്ടാണ് ഈ റീൽ എടുക്കുന്നത്. ഈ കുഴിയുടെ സമീപത്തു നിന്ന് ഈ റീൽ എടുക്കുന്നത് ഇത് പ്രതിഷേധ റീലാണ്. ഈ പ്രതിഷേധ റീൽ ബഹുമാനപ്പെട്ട സംസ്ഥാന പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന് അയച്ചു കൊടുക്കുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. യാത്രക്കാരായ ദമ്പതിമാർ വീണ് പരിക്കേറ്റ തൃശൂർ കോലോത്തുംപാടം റോഡിലെ കുഴിക്കരികിൽ നിന്നാണ് പ്രതിഷേധ റീൽ ചിത്രീകരിച്ചത്. കേരളത്തിലെ റോഡുകളെക്കുറിച്ച് സന്തോഷ റീലിടുന്ന മന്ത്രിക്ക് റോഡുകളുടെ ദയനീയാവസ്ഥ ബോധ്യപ്പെടുന്നതിന് വേണ്ടിയാണ് റോഡിലെ കുഴി ചിത്രീകരിച്ച് പ്രതിഷേധ റീൽ അയക്കുന്നതെന്ന് ജോൺ ഡാനിയൽ പറഞ്ഞു. 2 ദിവസം മുൻപാണ് നഗരത്തിലെ കുഴിയിൽ നിന്ന് രക്ഷപ്പെടാനായി ഇരുചക്ര വാഹനം വെട്ടിച്ച് വിഷ്ണുദത്ത് എന്ന യുവാവ് കൊല്ലപ്പെട്ടത്. ഇത് കണ്ടെങ്കിലും അധികാരികൾ റോഡിലെ കുഴികൾ കൃത്യമായി അടച്ചിരുന്നുവെങ്കിൽ ഇന്നലെ 2 പേർക്ക് കോലോത്തുംപാടത്തെ കുഴിയിൽ വീണ് ഗുരുതരമായി പരിക്കേൽക്കില്ലായിരുന്നു. ദേശീയ കുഴിയാണോ സംസ്ഥാന കുഴിയാണോ കോർപ്പറേഷൻ കുഴിയാണോ എന്നറിഞ്ഞിട്ടല്ല ആളുകൾ വീഴുന്നത്. താൽക്കാലികമായി അടയ്ക്കുന്ന കുഴികളിലെ മെറ്റൽ ഇളകിയും ഇരുചക്ര വാഹന യാത്രികർ അപകടത്തിൽപ്പെടുന്നുണ്ടെന്നും ജോൺ ഡാനിയൽ ചൂണ്ടിക്കാട്ടി. TCV ന്യൂസ്, തൃശൂർ.